എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ. കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. ഈ ലോക്ക്ഡൗൺ അവസ്ഥയിൽ നമ്മുടെ വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടത് തീർത്തും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ലോകം COVID-19 ഭീതിയിലാണ്. നമ്മുടെ ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളും ലോക്ക്ഡൗൺ ആയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വാഹനങ്ങളും പുറത്തിറങ്ങാൻ സാധിക്കാതെ പാർക്കിങ്ങിൽ തന്നെ സൂക്ഷിക്കേണ്ടി വരുന്നു. ഇങ്ങനെ വാഹനം കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാർ കെയർ ടിപ്സുകളുണ്ട്. ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ സെഷൻ. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായി ബാറ്ററി. ഏത് സമയത്തും ഉപയോഗിക്കാൻ തക്കവണ്ണം ബാറ്ററി എനർജി സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നു. വാഹനത്തിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോകാതിരിക്കാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. നമ്പർ 1, ഇടയ്ക്കിടയ്ക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിടുക. കുറച്ചു നേരം ഐഡിലിങ്ങിന് നിർത്താൻ മറക്കരുത്. അടുത്തത് നമ്പർ 2, ഒരു എക്സ്റ്റേണൽ ചാർജർ ഉപയോഗിച്ച് ബാറ്ററിയെ ചാർജ് ചെയ്യുന്ന രീതിയാണിത്. അടുത്തത് നമ്പർ 3, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അഴിച്ചു വെക്കുക എന്ന രീതിയാണ് ഇത്. എന്നാൽ പഴയ തരം വാഹനങ്ങളിലാണ് ഈ രീതി ഉപയോഗിക്കാൻ നല്ലത്. കാരണം പുതിയ തരം വാഹനങ്ങളിൽ ഈ രീതി കൊണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. ബാറ്ററി ടെർമിനൽ ഫിക്സ് ചെയ്യുമ്പോൾ പുതിയ തരം വാഹനങ്ങളിലെ പല സെൻസറുകൾക്കും ആക്ച്വേറ്റേഴ്സിനും കാലിബ്രേഷൻസ് ആവശ്യമായി വരും. സോ അതൊരു ബുദ്ധിമുട്ടായേക്കാം. അടുത്തതായി ചർച്ച ചെയ്യാം പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി മുന്നിലേക്കോ പിന്നിലേക്കോ നീങ്ങിപ്പോകാതിരിക്കാൻ പാർക്കിംഗ് ബ്രേക്കുകൾ ഉപയോഗിക്കുന്നു. വാഹനം കുറച്ചുനാൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു വെച്ചാൽ വാഹനത്തിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ പാർക്കിംഗ് ബ്രേക്കുകൾ ഉപയോഗിക്കാതെ എന്തെങ്കിലും കട്ടയോ മരക്കഷ്ണമോ ഉപയോഗിച്ച് വീലുകൾ ബ്ലോക്ക് ചെയ്തു വെക്കാം. ഒപ്പം ഒരു സപ്പോർട്ടിനായി വാഹനം ടോപ്പ് ഗിയറിൽ ഇടുകയും ചെയ്യാം. അടുത്തതായി നമുക്ക് ടയറുകളുടെ കാര്യം നോക്കാം. വാഹനത്തിൻ്റെ റോഡുമായി ബന്ധിപ്പിക്കുന്നതും വാഹനത്തിൻ്റെ ഭാരം മുഴുവൻ താങ്ങുന്നതും ടയറുകളാണ്. വാഹനം കുറച്ചുനാൾ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ ടയറുകളിൽ ഫ്ലാറ്റ് സ്പോട്ടുകൾ രൂപപ്പെടുന്നു. അത് പിന്നീട് വാഹനം ഓടിക്കുന്ന സമയങ്ങളിൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ടയറുകളിലെ പ്രഷർ, അതായത് ടയറിൽ നിറയ്ക്കുന്ന കംപ്രസ്ഡ് എയർ 50 മുതൽ 60 PSIയിലേക്ക് മാറ്റുക. അതുകൂടാതെ ടയറുകളുടെ പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊടുക്കുക. വാഹനത്തിൻ്റെ വൃത്തിയാണ് അടുത്തതായി പരാമർശിക്കുന്നത്. വാഹനം വൃത്തിയില്ലാതെ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അതിൽ പൂപ്പലുകൾ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അവയുടെ മണം പിടിച്ച് എലി വാഹനത്തിൽ കയറുകയും തുടർന്ന് വാഹനത്തിലെ എല്ലാ വയറിങ്ങുകളും മറ്റും കടിച്ചു മുറിക്കുകയും ചെയ്യുന്നു. അടുത്തത് വൈപ്പർ ബ്ലേഡുകളാണ്. വൈപ്പർ ബ്ലേഡുകൾ ഉപയോഗിക്കാതെ ഒരേ പൊസിഷനിൽ തന്നെ ഇരിക്കുമ്പോൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ ഒന്നെങ്കിൽ സർവീസ് പൊസിഷനിലേക്ക് പൊക്കി വയ്ക്കുക, അല്ലെങ്കിൽ വൈപ്പർ ആമിൻ്റെ ഇടയിൽ ഒരു റബ്ബർ കഷ്ണം വെച്ച് പൊക്കി നിർത്തിയാലും മതി. അടുത്തതായി വാഹനം പാർക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും പറയാം. മാക്സിമം വാഹനം ഫ്ലാറ്റ് സർഫസിൽ തണലുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുക. വെയിൽ കൂടുതലായി വാഹനത്തിൽ അനുഭവപ്പെട്ടാൽ കളർ ഫെയ്ഡ് ആകുന്നതിന് കാരണമാകും. മാത്രമല്ല, മർദ്ദം കൂടുന്നതിൻ്റെ ഫലമായി വാഹനത്തിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഫ്യൂവൽ ടാങ്കിൽ ഫ്യൂവലിൻ്റെ അളവിനെക്കുറിച്ച് പറയാം. കുറച്ച് പഴയ വാഹനങ്ങളാണെങ്കിൽ ഫ്യൂവൽ ടാങ്ക് ഫ്യൂവൽ ലെവൽ ഫുൾ നിർത്തുന്നതാണ് ഉചിതം. അല്ലാത്ത പക്ഷം ടാങ്കിനുള്ളിൽ തുരുമ്പ് വരാൻ ഇടയുണ്ട്. എന്നാൽ പുതിയ തരം വാഹനങ്ങളിൽ നല്ല കോട്ടിങ്ങുകൾ ടാങ്കിനുള്ളിൽ വരുന്നത് കാരണം ഫ്യൂവലിൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥയിലും തുരുമ്പ് വരാൻ സാധ്യതയില്ല. ഇനി വീണ്ടും വാഹനം ഉപയോഗിക്കാൻ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാഹനത്തിൻ്റെ എല്ലാ ആക്സസറീസുകളും AC അടക്കം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് പുറമേ അപ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുക്കരുത്. കാരണം എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് ഓയിൽ എത്തിച്ചേരണമെന്നില്ല. അത് ചിലപ്പോൾ എഞ്ചിൻ്റെ പല ഭാഗങ്ങൾക്കും നാശം വിധിച്ചേക്കാം. അതുപോലെ വാഹനത്തിൻ്റെ AC പ്രവർത്തിക്കും മുൻപ് വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളും വിൻഡോകളും തുറന്നിടാൻ ശ്രമിക്കണം. പിന്നെ ACയുടെ റീസർക്കുലേഷൻ മോഡ് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വാഹനങ്ങളിൽ ശ്രദ്ധിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.